ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മെസ്സേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്കിളിൽ ബ്രേക്ക് ലൈറ്റ് ആണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ യൂട്യൂബിൽ പലതരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ ചീപ്പസ്റ്റ് ആയിട്ട് എന്നാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് ഒരു LED സ്ട്രിപ്പാണ്. ഇതിനേക്കാൾ കുറച്ച് ക്വാളിറ്റി കൂടിയ LED സ്ട്രിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വേണ്ടത് 2 വയർ പീസാണ്. ഞാനിപ്പോൾ ഒരു ഗ്രീൻ വയറും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് വയറുമാണ് യൂസ് ചെയ്യുന്നത്. ഏത് കളറിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഗ്രീൻ വയർ LED സ്ട്രിപ്പിൻ്റെ പോസിറ്റീവ് പിന്നിലോട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് വയർ LED സ്ട്രിപ്പിൻ്റെ നെഗറ്റീവിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഈ വയർ എടുക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വയർ തന്നെ എടുക്കുക. കാരണം ഈ ലൈറ്റ് നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത്, സൈക്കിളിൻ്റെ ഏത് ഭാഗത്താണോ സെറ്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് ബ്രേക്കിൻ്റെ അരികിലേക്കും വരെ ഈ വയറിൻ്റെ ലെങ്ത്ത് നിർബന്ധമായിട്ടും ഉണ്ടാകണം. ഓക്കെ, അതിപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു 9 വോൾട്ട് ബാറ്ററിയും അതിൻ്റെ ക്ലിപ്പുമാണ്. ഇനി ക്ലിപ്പിൻ്റെ നെഗറ്റീവ് വയറിലോട്ട്, അതായത് കറുത്ത വയറിലോട്ട് നമ്മുടെ LED സ്ട്രിപ്പിൻ്റെ കറുത്ത വയർ അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കണക്ഷൻ തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മൈക്രോ സ്വിച്ചാണ്. മൈക്രോ സ്വിച്ച് അല്ലെങ്കിൽ പുഷ് ബട്ടൺ എന്നൊക്കെ പറയാറുണ്ട്. ഇതിനിപ്പോൾ ടോട്ടൽ 4 പിന്നുകളാണുള്ളത്. നമുക്ക് 2 പിന്ന് മാത്രമേ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇവിടെ ഒരു ചെറിയ പിൻ ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കട്ടിട്ടിട്ട് 2 ഭാഗത്തേക്ക് ഡിവൈഡ് ചെയ്തിട്ടായിട്ട് കാണാൻ പറ്റും. അതിലിപ്പോൾ ആ 2 ഡിവൈഡ് ആയിട്ടുള്ള ഭാഗവും ഇൻറ്റേർണലി കണക്റ്റാണ്. ഈ 2 പിന്നുകളാണ് നമുക്ക് കണക്ഷന് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഈ LED സ്ട്രിപ്പിൻ്റെ പോസിറ്റീവിൽ നിൽക്കുന്ന ആ പച്ച വയറും അതുപോലെ തന്നെ ക്ലിപ്പിൻ്റെ ചുവന്ന വയറുമാണ് ഇതിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അതിനു മുന്നേ നമുക്കൊരു ചെറിയ പീസ് ഡോട്ടഡ് PCB കൂടി ആവശ്യമായിട്ടുണ്ട്. ഈ ഡോട്ടഡ് PCBയിൽ ഈ മൈക്രോ സ്വിച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വയർ സോൾഡർ ചെയ്തെടുക്കുന്നത്. കാരണം സ്വിച്ച് വളരെ ചെറുതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ബ്രേക്കിൻ്റെ അരികിലോട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ഡോട്ടഡ് PCBയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഇളകിപ്പോകാതെ നല്ലപോലെ തന്നെ നിന്നോളും. ഓക്കെ, ഇപ്പോൾ ആ മൈക്രോ സ്വിച്ച് ആ ഡോട്ടഡ് PCBയിലോട്ട് സോൾഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആ നേരത്തെ പറഞ്ഞ ആ 2 വയർ LED സ്ട്രിപ്പിൽ നിന്നുള്ള ആ പച്ച വയറും അതുപോലെ തന്നെ ബാറ്ററി ക്ലിപ്പിൽ നിന്നുള്ള ആ ചുവന്ന വയറും ആ 2 പിന്നിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ഷൻ. നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്വിച്ച് ഒരു LEDയിലോട്ട് കണക്ട് ചെയ്യുന്നു, അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ട് ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ LED കത്തുന്നതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, നമുക്കൊരു ചെറിയ പീസ് ലോലിപോപ്പ് സ്റ്റിക്ക് കൂടി ആവശ്യമായിട്ടുണ്ട്. അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ലോലിപോപ്പ് സ്റ്റിക്ക് ഇനി ആ ഡോട്ടർ PCBയുടെ മുകളിൽ നമ്മുടെ മൈക്രോ സ്വിച്ചിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കണം. കാരണം ചെറിയ സ്വിച്ച് ആയതുകൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ബാക്കിലോട്ട് ബെൻഡായി പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ലോലിപോപ്പ് സ്റ്റിക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സൈക്കിളിലേക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ LED സ്ട്രിപ്പ് ഞാനിപ്പോൾ ആ സൈക്കിളിൻ്റെ ബാക്ക് സൈഡിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വയർ ആ കമ്പിയിലൂടെ ചുറ്റിയിട്ട് ഇവിടെ ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആ സ്വിച്ച് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ജസ്റ്റ് ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലൈറ്റ് കത്തുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്ലേസിലോട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ മുകളിലേക്ക് വന്നിട്ട് ആ സ്വിച്ച് പ്രസ്സായിട്ട് അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ സ്വിച്ച് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആ സ്വിച്ച് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നല്ലപോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ആ സ്വിച്ച് പ്രസ്സായിട്ട് അത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അത് പ്രസ്സാകുന്ന സമയത്ത് ബാക്കിലോട്ടൊന്ന് നോക്കാം. ഓക്കെ, ആ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് LED നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി ബാറ്ററി വെറുതെ ഇവിടെ തൂക്കിയിട്ടാണുള്ളത്, അതും ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ടും ഒട്ടിച്ചു കൊടുത്താലും മതി. ഓക്കെ, ഇപ്പോൾ ആ ബാറ്ററി അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഭാഗം, ആ പോർഷൻ മുകളിലേക്ക് പൊന്തുമ്പോൾ സ്വിച്ച് പ്രസ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. രാത്രിയിലുള്ളൊരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.